കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ ധാരാളം തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നേരിടുമ്പോഴും നിരാശരായി പിന്മാറാതെ തങ്ങളുടെ പോരാട്ടം അവിരാമമായി തുടരുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഒരിക്കലും നിരാശയ്ക്ക് കീഴ്പ്പെടാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ ജീവിത സ്വപ്ന കെട്ടെടുത്ത് കരയോമുഖ നിങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാകട്ടെ എന്ന് വൈലോപ്പിള്ളി പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മുന്നേ പോയ ഈ മഹാത്മാക്കൾ സ്വരുക്കൂട്ടി വെച്ച സ്വപ്നങ്ങൾ അതിപ്പോഴും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. അത് സാക്ഷാത്കരിക്കേണ്ടത് പിന്നാലെ വരുന്നവരുടെ കടമയാണ്. പക്ഷേ അങ്ങനെ മുന്നേറുമ്പോൾ നാം മുന്നേറുന്ന വിപ്ലവപാത അത് സ്നേഹസുന്ദരമായിരിക്കണം എന്ന് വൈലോപ്പിള്ളി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച സഖാവ് പൊള്ളാട്ടി ഗോവിന്ദൻകുട്ടിയുടെ അനുസ്മരണ സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ പരിമിതികളെ സംബന്ധിച്ചും അതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചുമുള്ളൊരു പുനരാലോചനയായിരിക്കും അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സന്ദർഭത്തിലുള്ള ശരിയായ അനുസ്മരണ പ്രഭാഷണം എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ പുരസ്കാരം ലഭിച്ച ടി ശ്രീകുമാർ എന്ന ചിന്തകനെ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സഖാവ് രാജൻ ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം നമ്മുടെ മന്ത്രിയായി. അപ്പം ഇപ്പോൾ ഇടതുപക്ഷം പരാജയപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ എല്ലായിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി ഞാനങ്ങനെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളല്ല. എങ്കിലും വ്യക്തിപരമായ നപ്പ് ഉൾക്കട്ടെ ഒരു കാര്യമാണ് ഇടതുപക്ഷം ഇങ്ങനെ പരാജയപ്പെട്ടു പോയിട്ടോ എന്ന്. എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്ന് ലളിതമായി പറഞ്ഞ് ശങ്കരാടി പോലൊരു സിനിമയിൽ പറഞ്ഞു. പക്ഷെ അത്ര ലളിതമായി പറയാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് ഈ പരാജയത്തിൻ്റെ അടിത്തറ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അക്കാലത്ത് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ. അത് കനകോലു ടീം UDF വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചതിനെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ ആ ടീമിലെ ഒരു അംഗം ഒരു പത്രപ്രവർത്തകനോട് പങ്കുവെക്കുന്നതാണ് ഞാൻ കണ്ടത്. ഈ കനകോലു ടീം എന്നൊക്കെ പറഞ്ഞാൽ ഈ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ ചില ഒരു സംഘടന സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഇപ്പം നമ്മൾ പറയില്ലേ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഏർപ്പാടാണ്. അവരുടെ തൊഴിലാണ്. അവർക്കിങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. അവരാർക്ക് വേണ്ടി ജോലി ഈ കാശ് കിട്ടിയാൽ അവരാർക്കും റെഡി ജോലി. ഇത്തവണ അവർ UDF വേണ്ടി ചെയ്തു. അപ്പോൾ UDF വേണ്ടി അവർ ചെയ്തപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് ചോദിക്കും. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നത്, ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 2 നിയോജക മണ്ഡലങ്ങളിൽ തുടർച്ചയായി 1-2 തവണ ഒരേ വോട്ടർമാരെ കാണുകയില്ല. എന്നിട്ട് ശേഖരിച്ച ഡാറ്റ പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് വിശകലനം ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ UDF വേണ്ട ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് ഈ 2 നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ കണ്ടപ്പോൾ നിങ്ങളുടെ അനുഭവത്തായിരുന്നു ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, സത്യത്തിൽ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തെപ്പറ്റി ഒരാൾക്കും വ്യത്യസ്തമായൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അഴിമതി നടത്തിയ ഒരു ഭരണകൂടമായിരുന്നോ വികസനങ്ങളൊന്നും ചെയ്തില്ലാന്നോ ഉള്ള അഭിപ്രായം അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ നിങ്ങൾ കണ്ടത്? അതിനാ ചെറുപ്പക്കാരൻ പറയുന്ന മറുപടി, എങ്കിലും എല്ലാ മനുഷ്യരിലും ഒരുതരം അതൃപ്തി പട്ടിരുന്നു. ഒരു വോട്ടർ ഈ ഗവൺമെന്റ് ഞങ്ങളുടേതാണ് എന്ന അർത്ഥത്തിൽ ഓൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിലെ വാക്കാണോ ഓൺ.
ഇത് ഞങ്ങളെ ഗവൺമെന്റാന്ന് ഞങ്ങൾ കണ്ട ആളുകൾക്കൊന്നും പറയാൻ തോന്നുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അഴിമതി ഉണ്ടെന്നോ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല, അപ്പൊ ഒന്നും പറയുന്നില്ല ആളുകൾ. പക്ഷെ ഒരു അതിർത്തി അതെന്തുകൊണ്ടായിരിക്കും ഞങ്ങൾ അന്വേഷിച്ചു എന്നാണ് അത് പറയണത്. പക്ഷെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതിൽ അർത്ഥം എന്താണെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് നാം പറഞ്ഞത്? ഇത് ഞങ്ങളെ ഗവൺമെന്റാണ്, ഇതിനെ ഓൺ ചെയ്യുന്ന ഒരു സമൂഹിക്ക. പക്ഷെ അതിന്റെ അർത്ഥം പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി. പ്രിയദർശിനി ബസ്സില് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിപ്പോൾ എല്ലാവരും പറയാം. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിൽ അതിരാവിലെ എനിക്കൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിൽക്കുമ്പോൾ അവിടെ കുറേ സ്ത്രീകളുണ്ട്. മിക്കവാറും അവരെല്ലാവരും എനിക്ക് പരിചയമുള്ളൂ. അവർ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ചില റിട്ടയർഡ് പ്രൊഫസർമാരും അധ്യാപികമാരും ഒക്കെയാണ്, അധികം സ്ത്രീകളാണ്. അപ്പം ഞാൻ അതിലൊരാളോട് ചോദിച്ചു, എവിടേക്കാണ് പോകണം? ഞങ്ങൾ ഗുരുവായൂർക്ക് പോവുകയാണ് മാഷേ. അപ്പോൾ ഇപ്പോൾ ഗുരുവായൂർക്കൊരു പ്രിയദർശിനി വരാനെത്താം. അപ്പോൾ അത് അവിടെ എത്തുമ്പോഴേക്കും ഈ അവിടുത്തെ എനിക്ക് ഗുരുവായൂരത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും അവിടെ നടന്നതൊക്കെ എന്തെങ്കിലും ആയിരിക്കും. ആ സമയത്തോടെ എത്തും. അതൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരപ്പനെങ്കിലും കണ്ടാൽ അവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ അടുത്തൊരു പ്രിയദർശിനിക്ക് തിരിച്ചു പോരാം. കാശൊന്നും ചിലവാക്കാതായി ഗുരുവായൂരപ്പനെ കണ്ടുവരാം. ഈ പറയുന്ന എന്നോട് സംസാരിച്ച അത് ഹൈസ്കൂളിൽ നിന്ന് ഹെഡ്മിസ്ട്രസ്സായി റിട്ടയർ ചെയ്ത ടീച്ചറാണ്. എന്നിട്ട് ആ ടീച്ചർ എന്നോടൊരു കാര്യം, സത്യത്തിൽ മാഷേ, അവർക്ക് രാഷ്ട്രീയം എന്നുള്ള ആളല്ല, പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയം എന്നുള്ളൊരു ടീച്ചർ. നമ്മൾ മാനിക്കുന്ന ആൾക്കാർ ഇനിയും കൂടി പെടുത്തിക്കാണോ, നമ്മൾ മാനിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ഒരു സൗജന്യം കിട്ടാറില്ല. ഒന്നുകിൽ PPA അല്ലെങ്കിൽ വേറെ നമുക്കായിട്ടൊരു സൗജന്യം കിട്ടി. ഇത് ആദ്യമായിട്ടാണ്. എന്തൊരു ആഹ്ലാദമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റിനെ ഓൺ ചെയ്തില്ല എന്നുള്ളത് അർത്ഥം അപ്പോഴാണ് മനസ്സിലായത്. ചൂരൽ മലയില് സഖാബ് രാജൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ നോക്കിയതൊക്കെ നമ്മൾ കണ്ടാ. അത് ചൂരൽ മലയിലുള്ള ആൾക്കാർക്കല്ലേ. എനിക്കിപ്പോ എന്താ അതുകൊണ്ട് കാര്യം? നിങ്ങള് ചെല്ലാനത്ത് കടലിടക്കുന്നതിനെ തടസ്സം നിർത്തിക്കൊണ്ട് അവിടെ നിങ്ങൾ ഈ വലിയൊരു സംവിധാനിച്ചു. അത് ചെല്ലാനത്തുള്ള ആൾക്കാർക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് കടലുമില്ല, അവിടെ വെള്ളപ്പൊക്കില്ല, ഒരു കാര്യമില്ല. എനിക്കിപ്പോ എന്താ അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പൗര സമൂഹത്തിൽ നിങ്ങൾ പറയുന്ന ഈ പുരോഗമന രാഷ്ട്രീയത്തിന് എത്രമാത്രം മുന്നേറാൻ കഴിയും എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് ഒരു പൗരസമൂഹം? പൗരബോധമുള്ള ഒരു സമൂഹമാണ് പൗരസമൂഹം. അവനവൻ ആത്മസുഖത്തിനാചരിക്കും അവരന് സുഖത്തിനായി വരേണം എന്ന് കരുതുന്ന മനുഷ്യരുടെ സമൂഹത്തെയാണ് പൗരസമൂഹം എന്ന് പറയാം. മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കുന്ന നിയമം രാജ്യത്ത് ഉണ്ടാവുമ്പോൾ മുസ്ലിം അല്ലാതെ ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴാണ് അതൊരു പൗരസമൂഹമായി മാറും. ട്രാൻസ്ജെൻഡർ അല്ലാതെ ഞാൻ ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴാണ് അതൊരു പൗരസമൂഹമായി മാറും. ഒരു സമൂഹത്തിലെ എല്ലാ മനുഷ്യരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു കാലം. അതുകൊണ്ടാണ് നേരത്തെ സഖാവ് കൊളാഴി ഗോവിന്ദൻകുട്ടി പറ്റി പറഞ്ഞത്. അദ്ദേഹം പ്രഭുവായിട്ട് ജനിച്ച ജന്മിയായിട്ട് ജനിച്ച ആളാണ്, തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രനായ ആളാണ്. എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഭൂപരിഷ്കരണം വന്നാൽ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ദോഷം ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവുമായിരുന്നു, നമ്മുടെ സമൂഹത്തിന് ആവുമായിരുന്നു. അപ്പൊ നമ്മളുടെ പദവികൾക്കും നമ്മളുടെ പരിമിതികൾക്കും പുറത്തു കിടന്ന എല്ലാ മനുഷ്യരെയും ചേർന്ന് നിർത്താനുള്ള നമ്മുടെ ബോധത്തിന്റെ പേരാണ് പൗരബോധം. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. അത് പതിയെ ഇല്ലാതാകുന്ന ഒരു സമൂഹത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് നമുക്കെന്ത് തന്നു, എനിക്കെന്ത് തന്നു എന്നാലോചിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം പരാജയപ്പെട്ടത്. അതുകൊണ്ട് ഈ പരാജയം വാസ്തവത്തിൽ ആഴമേറിയതാണ്.
ഇത് പൗരസമൂഹത്തിന്റെ സിവിൽ സൊസൈറ്റിയുടെ പരാജയമാണ്. ഇനിയാണ് ഇനി ശ്രീകുമാറിലേക്ക് വരാനുള്ളത്. ഈ പൗരസമൂഹത്തിന്റെ പരാജയത്തെപ്പറ്റി, തകർച്ചയെപ്പറ്റി 90-കൾ മുതൽ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തകനാണ് ഡോക്ടർ ടി.ബി. സ്കൂൾ. അന്ന് മുതൽ അദ്ദേഹം സംസാരിക്കുന്നത് രാഷ്ട്രീയ സമൂഹമല്ല സമൂഹത്തെ നിർണയിക്കുന്നത്. പൗരസമൂഹം എത്ര ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ളതാണോ ആ സമൂഹമാണ് ഒരു രാഷ്ട്രത്തിന്റെ ഭാവിയെ നിർണയിക്കുന്നത്. ഇപ്പൊ നമ്മൾ വേദിയിലിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരായിട്ട് അവരല്ല വാസ്തവത്തിൽ ഈ സമൂഹത്തിന്റെ ഗതിയെ നിർണയിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളാണ്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പൗരർ എന്ന നിലയ്ക്ക് നമുക്ക് ചില ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ പൗരരായ മനുഷ്യരൊക്കെ കൺസ്യൂമേഴ്സായി മാറുക. സിറ്റിസൺ എന്നുള്ളതിന് പകരം കൺസ്യൂമർ എന്ന് പറയുന്ന ഒന്നിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഉപഭോക്താക്കളായിട്ട് നിൽക്കാൻ നമുക്ക് എന്ത് കിട്ടും അതാണ്. അപ്പൊ അത് എത്ര സൗജന്യമായി കിട്ടും എന്നാലോചിച്ചു. ഈ പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളീയ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം. 91-ലാണ് ഇന്ത്യ കാട്ടുകരാർ ഒപ്പിട്ടത്. അന്ന് മുതൽ നവ ഉദാരവൽക്കരണത്തിന്റെ അപായകരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഏതാ ഇപ്പോ അന്ന് മുതലാണ് പക്ഷെ നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത മാളുകളും സൂപ്പർ മാർക്കറ്റുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും സ്വാശ്രയ കോളേജുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നപ്പോഴാണ്. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ രാഷ്ട്രീയമായ ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് എത്രമാത്രം കഴിഞ്ഞു എന്ന ചോദ്യമാണ് ടി ശ്രീകുമാർ കഴിഞ്ഞ കുറെ കാലമായി ഉന്നയിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അടിസ്ഥാനപരമായി സാമൂഹ്യ പ്രശ്നങ്ങളെ ഒരു മാർക്സിയൻ വിശകലന രീതി ഉപയോഗിച്ച് സമീപിക്കുന്ന ചിന്തകനാണ്. പക്ഷേ അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളല്ല. അതാണ് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ധിഷണാശാലിയുടെ ഉത്തരവാദിത്വം. നമ്മുടെ നാട്ടിലെ ചില ധിഷണാശാലികളുണ്ട്. അവരൊക്കെ എണ്ണം പഠിപ്പിച്ച അധ്യാപകരാണ്. അവര് ഏതെങ്കിലും ഒരു മുന്നണിക്ക് വേണ്ടി സംസാരിക്കുന്നു മാത്രമല്ല, ആ മുന്നണിയിൽ ആരെ മുഖ്യമന്ത്രിയാക്കുമെന്നോ അവർ പറയും. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ബുദ്ധിജീവി എന്ന് വിളിക്കാൻ പറ്റില്ല. ഗ്രാംഷി ഉപയോഗിച്ച അർത്ഥത്തിലുള്ള ബുദ്ധിജീവിതം അതല്ല. ഒരു പാർട്ടി ആരും നേതാക്കളാക്കണം എന്നുള്ള ആ പാർട്ടി തീരുമാനിച്ചോട്ടെ, അതിലും കയറി ഇടപെടുക. ലോകത്തിൽ എല്ലാറ്റിനും വെച്ച് കുറാണ് ബുദ്ധിജീവിതം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുക. എന്നാൽ അതല്ല ബുദ്ധിജീവിതം എന്ന് പറയുന്നത്. ഒരു സാമൂഹ്യ പ്രശ്നത്തെ വിശകലനം ചെയ്യുകയും അതിനെ വിമർശനവിധേയമാക്കുകയും, വിമർശനം എന്നല്ല ഞാൻ ഉപയോഗിച്ച വാക്ക്, വിമർശനം എന്ന വാക്കാണ്. ആ വാക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചതാണ് മാർക്സാണ്. മാർക്സാണ് ക്രിട്ടീക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ വിത്തും വേര് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് വിശദീകരിക്കുകയാണ് ഒരു ബുദ്ധിജീവിയുടെ ജോലി. ശ്രീകുമാർ വാസ്തവത്തിൽ ചെയ്തത് മുഴുവൻ അതാ. അദ്ദേഹം ഇന്ത്യയിലെയും കേരളത്തിലെയും സവിശേഷമായ പ്രശ്നങ്ങളെ പറ്റി എഴുതിയ ഏത് ലേഖനവും നിങ്ങൾ എടുത്ത് നോക്കൂ. അദ്ദേഹം ആ പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു നിലപാടെടുത്ത് ഇന്നത് ശരി ഇന്നത് തെറ്റെന്ന് പറയില്ല അദ്ദേഹം ചെയ്യുന്നത്. ഏതെങ്കിലും പാർട്ടിയോ നേതാവോ ശരിയോ തെറ്റോ എന്ന് പറയില്ല അദ്ദേഹം ചെയ്യുന്നത്. ഒരു പ്രശ്നം ഉണ്ടായി വരുന്നതിന്റെ അടിസ്ഥാനമായ സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കാൻ, ഒരു മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ചിന്തകനാണ് ശ്രീ ടി.ബി. ശിവകുമാർ. അതാണ് അദ്ദേഹത്തെ പ്രസക്തമാക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മുന്നേ നടന്ന ദാമോദരനെ പോലെയും കൊളാടിയെ പോലെയും ഒക്കെയുള്ള നേതാക്കന്മാർ തെളിച്ച ബാധയ്ക്ക് പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയുടെ കാരണം ഏതെങ്കിലും നേതാക്കന്മാരുടെ ശരീരഭാഷയിലേക്കോ ഏതെങ്കിലും നേതാക്കന്മാരുടെ സ്വഭാവ ദൂഷ്യത്തിലേക്കോ ചാർത്തുന്നതിന് പകരം അടിസ്ഥാനപരമായി നമ്മുടെ സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത്, ആ സമൂഹത്തിന്റെ പൗരസമൂഹ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വിജയിച്ചിട്ടുണ്ടോ അതോ പരാജയപ്പെട്ടിട്ടുണ്ടോ, ജനകീയാസൂത്രണത്തെ കുറിച്ചൊക്കെ മൗലികമായി വിമർശനം ഉന്നയിച്ച ആളാണ് ടി ശ്രീകുമാർ. അതൊക്കെ നമ്മളിപ്പോൾ ആലോചിക്കുന്നതാണ്. അന്നത് ആളുകൾക്ക് ദേഷ്യമൊക്കെ തോന്നിയിട്ടോ.
പക്ഷെ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. വികസനം എന്ന് പറയുന്ന ഒരു അജണ്ട മാത്രമാണോ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത്? കഴിഞ്ഞ 10 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട എല്ലാവരും അതിനെ പിന്തുണയ്ക്കുന്നവരും ഒരേ കാര്യം പറഞ്ഞിട്ടുള്ളൂ: വികസനം, വികസനം, വികസനം. എന്നാൽ വികസനത്തിന്റെ രാഷ്ട്രീയം എന്താണ്, നമ്മുടെ സംസ്കാരത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് പറയുന്നതിൽ നാം വലിയ തോതിൽ പരാജയപ്പെട്ടിരിക്കും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ നിർത്തുകയാണ്, അധികം പറയാൻ സമയമില്ല. ആളുകള് സമൂഹം മാറുന്നത്, സമൂഹത്തിൽ വികസനമൊക്കെ ഉണ്ട്, 6 വരി പാത വരുന്നത്, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ മനുഷ്യരെന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ ഒരിക്കൽ ഒരു പേരാളുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു വരാം. രാത്രി ഒരു 7-7:30 മണിയെ ബസ് കയറിയിട്ടാണ് വരുന്നത്. ബസ്സിലധികം ആളില്ല. ഞാൻ ഇന്നെടുത്തൊരു എന്നെ പോലെ കുറച്ച് പ്രായം ഒരാളിരിക്കും. അയാൾ എന്നോട് ചോദിച്ചു, എവിടുന്നാ വരുന്നത്? നമ്മളെങ്ങനെയാണോ ഒരാൾ അടുത്തിരുന്ന ഒന്ന് പരിചയപ്പെടും. ഞാൻ ഇവിടെ വരെ പോയതാണ്. അപ്പോൾ ഈ ചിദാനന്ദപുരിയുടെ പ്രസംഗം കേൾക്കാൻ പോയതാവും. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ വേറെ അല്ല, ഈ ചിദാനന്ദപുരിയുടെ പ്രസംഗം കേട്ടിട്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ യൂട്യൂബിലൊക്കെ ചിലത് കണ്ടിട്ട് എന്നോ നേരിട്ട് കേൾക്കണം. എന്തൊരു ആത്മീയ ചൈതന്യമുള്ള മനുഷ്യനാണെന്നറിയും. അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല. ചിദാനന്ദപുരിയുടെ പ്രഭാഷണം കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇന്ന് നമ്മൾ ആത്മീയ ആചാര്യം എന്ന് വിളിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയവും അതിന്റെ വർഗീയതയും പ്രചരിപ്പിക്കുന്ന കാഷായ വസ്ത്രധാരികളെയാണ് ഈ സന്യാസിമാർ എന്ന് വിളിക്കുന്നത്. കുറെ സന്യാസിമാർ അയോധ്യ ക്ഷേത്രത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. അതൊക്കെയാണ് ഇന്നത്തെ ആത്മീയത. അതിന്റെ കേരളത്തിലെ വലിയൊരു പ്രചാരകനാണ് ഈ പറഞ്ഞ സ്വാമി. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ വീട്? ഞാൻ പറഞ്ഞു, മലപ്പുറത്താണ്. മലപ്പുറത്തോ? എങ്ങനെയെങ്കിലും ഈ മലപ്പുറത്തൊക്കെ ജീവിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചത്, അവിടേക്ക് തീവ്രവാദികളല്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് 88 വയസ്സ് കഴിഞ്ഞു. എൻ്റെ അച്ഛൻ 78-ാം വയസ്സിലാണ് മരിച്ചുപോയത്. മരിക്കുന്ന ദിവസം വരെ അച്ഛൻ എപ്പോഴെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യന്മാരെ പറ്റി എന്തെങ്കിലും ഒരു മോശപ്പെട്ട വാക്കോ ഒരു അഭിപ്രായമോ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ പഠിപ്പിച്ചത് ഒരു മാപ്പിള സ്കൂളിലാണ്. ഞാനും അവിടെയാണ് പഠിച്ചത്. എത്രയോ മുസ്ലിം സുഹൃത്തുക്കളും സഹോദരങ്ങളും കൂടെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇയാളിതാ എങ്ങനെയാ മലപ്പുറത്ത് ജീവിക്കണം? അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട് മലപ്പുറത്താണോ? അല്ല, ഞാൻ മലപ്പുറത്തല്ല. പിന്നെ നിങ്ങളോട് ആരാത് പറഞ്ഞത്? ഇതിപ്പോ നമുക്കറിയാവുന്ന കാര്യം. അപ്പോഴത്തൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ, അല്ലേ? ഇയാൾ ആരാണെന്നുള്ളതിനെ പറ്റി ഇപ്പൊ ഏതാണ്ട് ധാരണയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ രാഷ്ട്രീയം എന്താന്ന് എനിക്കറിയില്ല, ഞാൻ ഇടതുപക്ഷം. ശരിക്കും നമ്മളെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ മയ്യത്താവുന്ന സത്യം. അതുവരെ ഞാൻ വിചാരിച്ചിട്ട് ഇയാളൊരു സംഖ്യയിരിക്കുന്ന. ഞാൻ പണ്ടതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനൊക്കെ എന്നും പദമില്ല നമ്മൾ അതിന് പറഞ്ഞു. അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് ബസ് ഒരു സ്റ്റോപ്പിലെത്തിയപ്പോൾ കുറെ മുസ്ലിം കുട്ടികൾ തൊപ്പിയൊക്കെ ഇട്ട് ചെറിയ കുട്ടികൾ പിന്നെ പോകുന്നു. രാത്രിയാണ്. അപ്പൊ അത് ദറസിലേക്ക് പോവാ. അപ്പൊ ഇയാൾ പറയാ, കണ്ടോ ഇവരെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസത്തെ മുമ്പുള്ള കുട്ടികളൊന്നും അതില്ല. അതിലെനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ്. ഈ മുകളെന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മൾ. ഈ നമ്മൾ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ ബി എന്ന് പറഞ്ഞാൽ ഞങ്ങളും നമ്മളും ഒരുമിച്ച്, ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യക്കാർ. അതേസമയം വി എന്ന് പറഞ്ഞാൽ വി ദ പീപ്പിൾ ഓഫ് പൊന്നാനി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇരിക്കുള്ളൂ, ഞാനേ ഇരിക്കുള്ളൂ. അവിടെ നിങ്ങൾ വി എന്ന് ഉപയോഗിക്കാം. എന്നെ പുറത്താക്കാൻ എന്നെ അകത്താക്കായിട്ട് വി എന്ന് ഉപയോഗിക്കാം. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയുന്ന ആളും കേൾക്കുന്ന ആളും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പറയുന്ന ആളുണ്ട്, കേൾക്കുന്ന ആൾ പുറത്താ. അപ്പൊ ഇയാൾ പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ കൂടെ കൂടിയത്. അതെനിക്ക് പറ്റിയില്ല. ഈ മലയാളം ഭാഷന്മാരെ കൂടെ കുഴപ്പമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ നമ്മൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. അല്ല, നമ്മൾ ഹിന്ദുക്കളെ, അതിന് ഞാൻ ഹിന്ദുവാണെന്ന് തന്നോട് അയാളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ദേഷ്യമാണ്. ഞാൻ അയാളുടെ പേര് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഉടനെ അയാൾ പറഞ്ഞാൽ അത് കണ്ടപ്പോ തോന്നിയതാ.
പണ്ട് നാരായണനൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യപ്പോഴാണ് ഏതാ ജാതി അപ്പോഴാ ചോദിച്ചത്, കണ്ടിട്ട് എന്താ തോന്നുന്നു? കണ്ടിട്ട് ഇപ്പൊ അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ മനുഷ്യന്മാർക്ക് അങ്ങനെയല്ല. കണ്ടാൽ തന്നെ വലുത് തോന്നുന്ന ഒരു തൃക്കണ്ണ, ഒരു നെറ്റി കണ്ണ തുറന്നിട്ടുണ്ട്. അതാണ് പൗരസമൂഹ രാഷ്ട്രീയം. വികസനത്തെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഈ കണ്ണ് ഇനി എല്ലാ മനുഷ്യന്മാരെ നെറ്റിയിൽ തുറക്കും. അങ്ങനെ തുറന്നാൽ 6 വരി പാതയിൽ കൂടി നിങ്ങൾക്ക് മനുഷ്യരുടെ ശവശരീരങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. അതിനു മുമ്പ് ഈ സമൂഹത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ സിവിൽ സൊസൈറ്റി പോളിറ്റിക്സ്, പൗരസമൂഹ രാഷ്ട്രീയം പ്രധാനമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ചിന്തകനെയാണ് നാം ഇന്ന് ആദരിച്ചത്. അതാണ് ടി ശ്രീകുമാരൻ പ്രത്യേകത. അദ്ദേഹം ശബരിമലയുടെ വിവാദം വന്നാലും ശരി, അത് എന്ത് കേരളത്തിൽ നടക്കുന്ന ഏത് ചർച്ചയിലും അദ്ദേഹം പങ്കെടുക്കും. അങ്ങനെ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം അതിന്റെ വിത്തും പേരിൽ തിരഞ്ഞ് അത് ഇവിടെ നിന്നാണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് കണ്ടുപിടി. അതാണ് അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ പ്രത്യേകത. എല്ലാ ഇടതുപക്ഷ പ്രവർത്തകരും ചിലപ്പോൾ ഇടതുപക്ഷത്തെ അദ്ദേഹം വിമർശിക്കും. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഒരു ആന്തര വിമർശകനാണ്, ഇന്ത്യയിലുള്ള ക്രിട്ടിക്കാണ്. അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കായിരുന്നു കെ ദാമോദരൻ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചിരുന്ന ആളാണ്. അങ്ങനെ വിമർശനത്തിന്റെ ഒരു ഭാഷ വികസിപ്പിച്ചു കൊണ്ടുവരുന്നു. 2 തരത്തിലാണല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് പാർട്ടിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ എപ്പോഴും ഗ്രൂപ്പ് തരട്ടും, അയാള് എന്താണ് ഈ ഇതിനെയൊക്കെ തള്ളി പറയുന്ന ആള് കുലങ്കുത്തി ഇതൊക്കെയാണ് നമുക്ക് വിചാരിക്കുക. അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ സഖാക്കളോട് തന്നെ ഈ വേറൊരു അഭിപ്രായം പറയാനുള്ള ഒരു ഭാഷ നമ്മൾ വികസിപ്പിക്കണം, ചിന്തയുടെ ഭാഷ വികസിപ്പിക്കണം. അതേസമയം വിമർശനം ഉന്നയിക്കുകയും വേണം. അതാണ് ശ്രീകുമാർ ഏകോപനിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഒരേ സമയം ചിന്തയുടെ ഭാഷ ഉപയോഗിച്ച് സ്വന്തം സഖാക്കളെയും സുഹൃത്തുക്കളെയും പുരോഗമന ചിന്താഗതിക്കാരെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഭാഷയാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ മലയാളത്തെ കുറിച്ച് ആക്കോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് ചിന്തിപ്പിക്കുന്ന ഭാഷയാണ് എന്നതാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം ബുദ്ധിജീവികളുണ്ട്. വൈകുന്നേരം 9 മണി ഉണ്ടായാൽ ബുദ്ധിജീവികളുടെ നില നമ്മുടെ വീട്ടിലെ പെട്ടിയിലേക്ക് തന്നെ. എങ്ങനെയാ, എൻ്റെ നാട്ടിലൊരു അമ്മൂമ്മണ്ട്. ആ അമ്മൂമ്മ സാധാരണ പറയാറുള്ളത്, മോനെ 9 മണി വരെ പെണ്ണുങ്ങളെ സീരിയലാണ്, 9 മണി കഴിഞ്ഞ് ആണുങ്ങളെ സീരിയലാണ്. അപ്പൊ എനിക്ക് ആദ്യത്തെ മനസ്സിലായി. അപ്പൊ 9 മണി കഴിഞ്ഞാലാണ് ഈ ന്യൂസ് അവർ തുടങ്ങിയത്. അപ്പൊ അത് ആണുങ്ങളൊരു സീരിയലാണ് നടത്തത്. ഈ അമ്മൂമ്മ വിചാരിച്ചിട്ട് അത്രയും സംഗതി ശരിയാ. ഈ കഥ പറയുന്നതാണ് അതൊക്കെ. ഏതാ സത്യം ഏതാ നുണ എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സത്യാനന്തര ലോകത്തെ മാധ്യമ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അതിൽ വന്നിരിക്കുന്നത് ആരാണ്? ഇടതുപക്ഷ നിരീക്ഷകൻ, അതുപോലെ മാധ്യമ നിരീക്ഷകൻ, പിന്നെ മറ്റേ എന്താണ് ഈ പൂരമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ തർക്കങ്ങൾ ഉണ്ടാക്കിയപ്പോ പൂരപ്രേമി, ഇങ്ങനെ പല ഡെസിഗ്നേഷനിലാണ് ബുദ്ധിജീവികൾ പ്രത്യക്ഷപ്പെടുന്നത്. അതാ. എന്നാൽ അങ്ങനെയുള്ള ഒരു ആവരണവും ഇല്ലാതെ ബുദ്ധിയുടെയും ചിന്തയുടെയും ഭാഷയിൽ ഒട്ടും തന്നെ പ്രീണനത്തിന്റെ ഭാഷ ഉപയോഗിക്കാതെ അതിശക്തമായി ഈ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദാമോദരനെ പോലെയുള്ള ഒരു ചിന്തകന്റെ പിന്തുടർച്ചയിലാണ് ടി ശ്രീകുമാർ എടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് നൽകിയ ഈ ആദരം കേരളീയ സമൂഹത്തെ തന്നെ ആദരിക്കുന്നതിന്, പ്രത്യേകിച്ചും അതിൽ പുരോഗമന കമ്മ്യൂണിസ്റ്റ് ചിന്തയെ തന്നെ ആദരിക്കുന്നതിന് തുല്യമാണ്. അത് കൊളാജിയുടെ പേരിലുള്ള ഒരു അവാർഡ് കൂടിയാവുമ്പോൾ അതിൻ്റെ മികവ് വർദ്ധിക്കുന്നു. തീർച്ചയായും അതിനെ മുൻകൈയെടുത്ത എന്ന സംഘാടകനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതുവരെ കിട്ടിരുന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.